ഹലോ ഗൈസ്, ഇന്ന് ഉപ്പും മുളകിൽ ഒരു ഇടിവെട്ട് എപ്പിസോഡാട്ടോ കൂട്ടുകാരെ. നമ്മുടെ ലച്ചും സിദ്ധുവും തമ്മിൽ അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി, വേറെ ഒന്നുമല്ല, വീട്ടുകാരുടെ കാര്യം പറഞ്ഞിട്ട് അടിയാട്ടോ. അപ്പൊ നമ്മുടെ ലച്ചു നമ്മുടെ പടവലത്തെ അപ്പൂപ്പനെ പറ്റി ഇങ്ങനെ പറയുവാട്ടോ. അപ്പൂപ്പൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരിയാണ്, നമ്മൾ പ്രേക്ഷകരുടെയും ഹൃദയം കീഴടക്കിയ ഒരു അപ്പൂപ്പനായിരുന്നു നമ്മുടെ പടവലത്തെ അപ്പൂപ്പൻ. അപ്പൊ ഇങ്ങനെ ലച്ചു ഇങ്ങനെ അപ്പൂപ്പനെ പറ്റി ഇങ്ങനെ വാചാലയാകുമ്പോൾ നമ്മുടെ സിദ്ധുവിനൊന്ന് പിടിച്ചു നിൽക്കണമല്ലോ. അപ്പൊ സിദ്ധു പറയുന്നുണ്ട്, എന്റെ കുഴപ്പളത്തെ അപ്പൂപ്പനും ഇതുപോലെ തന്നെയായിരുന്നു, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധുവും കുറച്ച് കഥകളൊക്കെ അടിച്ചു വിടുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ലച്ചു ശേ മൂടുപോയി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പൊ സിദ്ധുവിന് അത് ഭയങ്കര ഹേർട്ട് ആവുകയെ. അവളുടെ അപ്പൂപ്പനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ കേട്ടുന്നല്ലോ, എന്റെ അപ്പൂപ്പനെ പറ്റി പറഞ്ഞപ്പോൾ അവൾക്ക് അപ്പൊ തന്നെ പുച്ഛം. അവൾ എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്നു. ഈ പടവലത്തെ ഈ ഉണക്ക സാധനങ്ങളൊക്കെ വിറ്റിട്ടല്ലേ ഈ പടവലം എന്നൊക്കെ പേര് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധു അങ്ങോട്ട് കളിയാക്കുന്നുണ്ട്. പടവലം റോട്ടിലിരുന്ന് പടവലം പടവലം എന്ന് പറഞ്ഞ് വിറ്റിട്ടല്ലേ നിങ്ങൾക്ക് ഈ പേര് വന്നേന്നൊക്കെ പറഞ്ഞ് സിദ്ധു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണേ. ലാസ്റ്റ് നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, അതേ ഞങ്ങളുടെ പടവലത്തെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചു കട്ടക്കലിപ്പ് ഇടുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ സിദ്ധു, ഒരു പടവലം, ഒന്നിനും കൊള്ളാത്ത ഒരു പടവലം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛിക്കുന്നുണ്ടേ. അപ്പൊ തന്നെ നമ്മുടെ ലച്ചു നമ്മുടെ സിദ്ധുവിനെ എടുത്തിട്ട് അടിക്കും കേട്ടോ. ലച്ചു വന്ന് ഒറ്റ കൊരക്കിന് പിടിച്ചിട്ട് നമ്മുടെ സിദ്ധുവിനെ സോഫയിലോട്ട് മറിച്ചിട്ട് എടുത്തിട്ട് അറഞ്ചം പുറഞ്ച് അടിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ കേശു, നമ്മുടെ അമ്മൂമ്മയും എല്ലാവരും വന്ന് നമ്മുടെ സിദ്ധുവിനെ കയ്യേറ്റം ചെയ്യുവാട്ടോ. പാവം സിദ്ധു, വല്ല പണിയും ഉണ്ടായിരുന്നോ? വെറുതെ അവിടെ ഇരുന്നാ പോരായിരുന്നോ? എന്തായാലും നമുക്ക് നോക്കാം സിദ്ധുവിന്റെ അവസ്ഥ എന്തായി തീരും. ഇതിന്റെ പേരിൽ എങ്ങാനും സിദ്ധു പാറമട വീട് വിട്ട് കുഴപ്പുളത്തേക്ക് പോകുമോ എന്നുള്ളതാണ് വേറൊരു സംശയം. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.